നെയ്യാറ്റിൻകര സമാധി വിവാദത്തിൽ കുടുംബത്തിന്റെ നിലപാടിനെതിരെ ഹൈക്കോടതി. ഗോപന്റെ പൊളിക്കുന്നത് കല്ലറ അന്വേഷണത്തിന്റെ ഭാഗമാണെന്ന് പറഞ്ഞ കോടതി മരണ സർട്ടിഫിക്കറ്റ് എവിടെയെന്നും ചോദിച്ചു. കുടുംബത്തിന്റെ ഹർജിയിൽ സർക്കാരിന് നോട്ടീസ് അയച്ചു. കല്ലറ പൊളിക്കാനുള്ള ആഡിയോയുടെ ഉത്തരവ് സ്റ്റേ ചെയ്യണമെന്ന ആവശ്യം ഹൈക്കോടതി അംഗീകരിച്ചില്ല. സാഹചര്യം പരിശോധിച്ച ശേഷം കല്ലറ പൊളിക്കാം എന്ന തീരുമാനത്തിലാണ് ജില്ലാ ഭരണകൂടം. കല്ലറ പൊളിക്കാനുള്ള ആർഡിഒ ഉത്തരവ് സ്റ്റേ ചെയ്യണമെന്നാവശ്യപ്പെട്ടായിരുന്നു കുടുംബത്തിന്റെ ഹർജി. ഗോപൻ എങ്ങനെ മരിച്ചുവെന്ന് അന്വേഷിച്ച കോടതി മരണ സർട്ടിഫിക്കറ്റ് എവിടെയെന്നും ചോദിച്ചു. സർട്ടിഫിക്കറ്റ് ഇല്ലെങ്കിൽ അസ്വാഭാവിക മരണമായി കണക്കാക്കേണ്ടിവരും. അന്വേഷണം തടയാനാകില്ല. കല്ലറ പൊളിക്കുന്നത് അന്വേഷണത്തിന്റെ ഭാഗമാണെന്നും കോടതി പറഞ്ഞു. കേസ് അടുത്തയാഴ്ച വീണ്ടും പരിഗണിക്കും. ഹൈന്ദവ സംഘടനകളുമായി കൂടിയാലോചിച്ച് കാര്യങ്ങൾ തീരുമാനിക്കുമെന്ന് കുടുംബം പറഞ്ഞു. നിയമത്തിന്റെ വഴി പോകുന്നതിൽ നമുക്ക് യാതൊരുവിധ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നുമില്ല. ഇപ്പോൾ ക്ഷേത്രത്തെ സംരക്ഷിക്കുക എന്ന് പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹിന്ദു ഐക്യവേദിയുടെയും ഹിന്ദു സംഘടനകളുടെയും ഇപ്പോൾ അവരുടെ ഇതിലാണ്. ഇപ്പോൾ അവർ നമ്മുടെ അടുത്ത് ഒരു ഡിസിഷൻ പറയട്ടെ, നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോഴും പറയാം. ഇനിയൊരു ഉത്തരവോ നോട്ടീസോ ജില്ലാ ഭരണകൂടം ഇറക്കില്ല. സാഹചര്യം കണക്കിലെടുത്ത് സമാധാന അന്തരീക്ഷത്തിൽ കല്ലറ പൊളിച്ച് മൃതദേഹം പുറത്തെടുക്കും. കഴിഞ്ഞ ദിവസമുണ്ടായതുപോലെ ക്രമസമാധാന പ്രശ്നം ഉണ്ടാവില്ല എന്ന് ഉറപ്പാക്കിയതിനു ശേഷമായിരിക്കും നടപടികൾ. സ്ഥലത്തെ സാഹചര്യം സംബന്ധിച്ച് പോലീസ് ജില്ലാ കളക്ടർക്ക് റിപ്പോർട്ട് സമർപ്പിച്ചു. നടപടികൾക്ക് മുന്നോടിയായി കൂടുതൽ പോലീസിനെയും സ്ഥലത്ത് നിയോഗിക്കും. കല്ലറ പൊളിച്ച് മൃതദേഹം പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടം നടത്തി അസ്വാഭാവികത നീക്കുമെന്ന് തന്നെയാണ് ജില്ലാ ഭരണകൂടത്തിന്റെ നിലപാട്. മീഡിയ 1, കൊച്ചി, തിരുവനന്തപുരം.